സത്യത്തിൽ നന്ദനയ്ക്ക് എന്താണ് പറ്റിയത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നന്ദനയെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് നന്ദന വളരെ നെഗറ്റീവായി മാറുന്നു എന്നതാണ് അതിൻ്റെ സത്യം. കാരണം ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയ നേരിടാൻ പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് നന്ദന. ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയയിലൂടെ അവിടെ തന്നെ തുടരാൻ സാധിച്ചാൽ നന്ദനയ്ക്ക് അടുത്ത ആഴ്ച പണപ്പെട്ടിയുമായിട്ട് പുറത്തു പോകാം എന്നുള്ളൊരു കാഴ്ചപ്പാട് നന്ദനയ്ക്കുണ്ട്. നമുക്കറിയാം, ഇന്നലെ നടന്ന 9ാമത്തെ ടാസ്ക്കായ ചോർച്ച സിദ്ധാന്തം ടാസ്കിൽ നന്ദനയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അർജുൻ്റെ മുന്നിൽ കയറിയാണ് ആ ഒരു എരിവിരി നന്ദന പിടിച്ചത്. അങ്ങനെയാണ് പൊട്ടിക്കുന്നത്. അതിലാണ് അർജുൻ ഫയർ ആവുന്നത്. അങ്ങനെ നന്ദന നിലത്ത് വീണ് നന്ദന പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നന്ദനയ്ക്ക് അറിയാവുന്നൊരു കാര്യം, താൻ ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ആക്റ്റീവായി കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടും എന്ന് നന്ദന വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഓവർ സ്മാർട്ട് കളി, ഓവർ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു കളി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിജോയോടായാലും ജിൻഡോയോടായാലും സായിയോടായാലും അഭിഷേകിനോടൊക്കെ നന്ദന ഇതുവരെ നല്ല ഒരു പെങ്ങൾ ആയിട്ടാണ് നിന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് നന്ദന വളരെ അവരോട് വരെ കയർക്കുന്ന ഒരു നന്ദന, ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു നന്ദനയാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നലത്തെ ഗെയിമിലടക്കം നോറയെ ചൊറിഞ്ഞത്, അതേപോലെ തന്നെ ജിൻഡോനെ ഗെയിമിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു നന്ദന, ഇതൊക്കെ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അങ്ങനെ ആയിരിക്കാം നന്ദന ഈ ആഴ്ച പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത ആഴ്ചയിലേക്ക് നന്ദന നിന്നേക്കാമായിരുന്നു. സായിയും നോറയും ആയിരിക്കാൻ പുറത്ത് പോകാൻ സാധ്യത. എന്നാൽ ഇപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നന്ദന തന്നെയായിരിക്കും പുറത്തേക്ക് പോകുക എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.